നിങ്ങളുടെ കമ്പനിയിൽ ഓഫീസിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. അത് കാരണത്താൽ പ്രൊജക്റ്റ് ഡിലേ ആയി, ക്ലയൻറ്റ് ഡിസപ്പോയിൻറ്റഡ് ആയി. ഇവിടെ തുടങ്ങുകയാണ് ആദ്യത്തെ ഡയലോഗ്. ആരാണ് ഈ തെറ്റ് ചെയ്തത്? ആര് കാരണമാണ് ഇത് സംഭവിച്ചത്? ഇത് ഭയങ്കര ബാഡ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. ബ്ലെയിം കൾച്ചർ നമ്മൾ പറയും. ഇത്തരത്തിൽ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളൊരു ബ്ലെയിം കൾച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇത് മാറും. ബ്ലെയിം കൾച്ചർ ഡിസ്ട്രോയ്സ് ഓണർഷിപ്പ്. ഒരു തെറ്റ് സംഭവിച്ചാൽ ബ്ലെയിം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ ഈ ബ്ലെയിമിങ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അത് ഞാൻ ചെയ്തതല്ല, അത് ഞാനല്ലായിരുന്നു എന്നുള്ള ആ ഒരു റീസൺസ് ആണ് വന്നുകൊണ്ടിരിക്കുക, എക്സ്ക്യൂസസ് ആണ് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അവിടെ ഒരിക്കലും ലേണിംഗ് ഉണ്ടാകുന്നില്ല. അവിടെ ഒരു സൈലൻസും ഫിയറും ഒക്കെയാണ് ഉണ്ടാകുന്നത്. നല്ല ലീഡേഴ്സിന് അറിയാം ഇത്തരത്തിൽ ബ്ലെയിം ചെയ്താൽ ഇതാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അവരുടെ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണെന്നുള്ളതൊക്കെ. ഇവിടെയാണ് ഫിയർ എന്നുള്ള ഫാക്ടർ വരുന്നത്. ഫിയർ കിൽസ് യുവർ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. ഒരു ബ്ലെയിം കൾച്ചർ ഉള്ള സ്ഥലത്ത് ആളുകൾക്ക് എപ്പോഴും ആ ഫിയർ ഉണ്ടാവും. അവരെന്ത് ചെയ്യില്ല, അവരുടെ മിസ്റ്റേക്സ് കൺഫസ് ചെയ്യില്ല. അവർക്ക് സ്പീക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കും എന്ന് ചിന്തിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ പുതിയ ക്രിയേറ്റിവിറ്റിയോ പ്രൊഡക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഐഡിയാസോ ഒന്നും നിങ്ങളുടെ ഇൻപുട്സിലോട്ട് വരില്ല. കമ്പനിയിൽ പുതുതായിട്ട് ഒന്നും കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. ഇന്നോവേഷൻസ് ഉണ്ടാവില്ല. കമ്പനി ഒരു സ്റ്റാഗ്നേഷൻ പീരീഡിലോട്ട് പോകും. കമ്പനി സ്ലോ ആവും. കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകില്ല. കമ്പനി ഇവൻച്വലി ഫെയിലിയറിലോട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റിൽ ശരിയായ പ്രശ്നം ഇപ്പോഴും മറിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ബ്ലെയിം കൾച്ചറിൽ നമ്മൾ ചുമ്മാ ഒരാളെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ആ റൂട്ട് കോസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനോ അതിനുള്ള സൊല്യൂഷൻ കാണാനോ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളവിടെ കൾപ്രിറ്റ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൊല്യൂഷൻസിനല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരാളെ കുറ്റക്കാരനാക്കി മാറ്റി. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആളുകളെ നമ്മൾ മാറ്റുമായിരിക്കാം, പക്ഷേ ആ സൊല്യൂഷൻ നമ്മൾ കണ്ടിട്ടില്ല എന്നിടത്തോളം കാലം അതേ സിസ്റ്റത്തിൽ അത് ഓടിക്കുമ്പോൾ പുതിയ ആളുകൾ, പുതിയ പ്രശ്നങ്ങൾ അതങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മളവിടെ ആ സൊല്യൂഷൻ കണ്ടെത്തി, ആ റൂട്ട് കോസിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി അത് സോൾവ് ചെയ്ത സിസ്റ്റത്തിൽ ആ ചേഞ്ചസ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പിന്നെ ആരോ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് അതേ പ്രോബ്ലം തന്നെ എന്ത് ചെയ്യാം, ഭാവിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടാന്നുള്ളതാണ്. അതിന് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല. ഈ ബ്ലെയിം കൾച്ചറിൽ ലീഡേഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ റിയൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അവർ റെസ്പോൺസിബിൾ ആണ്. നമ്മുടെ ടീമിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം, ആ പ്രശ്നത്തിന് ആ ടീം മെമ്പറിനെ നമ്മൾ ബ്ലെയിം ചെയ്യാന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മളുടെ കഴിവുകേടാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് അത് സോൾവ് ചെയ്യേണ്ട ലീഡർ ആരാണ്? ഞാനാണ്, അല്ലെങ്കിൽ നിങ്ങളാണ്. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം യെസ്, ഇതെൻ്റെ ടീമാണ്, എൻ്റെ ടീമിൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, ഞങ്ങൾ ആ സൊല്യൂഷൻ കാണുന്നുണ്ട്, ഞങ്ങൾ ആ സൊല്യൂഷൻ കൊണ്ടുവരും, അത് തീർച്ചയായിട്ടും സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ റെസ്പോൺസിബിലിറ്റി അവരുടെ ഷോൾഡറിൽ എടുക്കുന്ന, അത് അക്കൗണ്ടബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അവിടുത്തെ കമ്പനിയിലെ DNA തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് കമ്പനിയിൽ ഗ്രോത്ത് കൊണ്ടുവരികയും ബിസിനസ്സിൽ ഗ്രോത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകൾ. അത്തരത്തിലൊരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ടീമിലുള്ള ആളുകൾ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. സോ വാട്ട് ദ സൊല്യൂഷൻ? നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരികയാണല്ലേ. ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മൾ ടോട്ടലി ബ്ലെയിം കൾച്ചറിൽ നിന്ന് മാറിയിട്ട് എന്തുകൊണ്ട് ഈ പ്രോബ്ലം സംഭവിച്ചു എന്നുള്ള ലേണിംഗ് കൾച്ചറിലോട്ട് നമ്മൾ മാറണം. ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം സംഭവിച്ചു, അത് ആര് കാരണത്താലാവട്ടെ, ഇങ്ങനൊരു സംഭവം എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു, അതിൽ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള റൂട്ട് കോഴ്സ് നമുക്ക് കണ്ടെത്താം. ഇനി അത് റിപ്പീറ്റ് ആവാതിരിക്കാൻ, ഇനി അത് ഉണ്ടാവാതിരിക്കാൻ നമുക്കുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ സൊല്യൂഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ ഒരു ലേണിംഗ് കൾച്ചറിലോട്ട് നമ്മളുടെ കമ്പനിയും നമ്മളുടെ ടീമും നമ്മളുടെ ലീഡറും ഒക്കെ മാറണം, നമ്മളും മാറണം. ഇതാണ് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം ചെയ്യേണ്ട കാര്യം, ഇത് ആര് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിനെന്താണ് സൊല്യൂഷൻ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കാം. എന്നിട്ട് എല്ലാവരും കൂടി അതിന് സൊല്യൂഷൻ കാണാം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. അതാണ് ഒരു ബെസ്റ്റ് ലീഡർ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുക. അവർ ആ പ്രോബ്ലത്തെ റെപ്രസെന്റ് ചെയ്തതിന് അപ്രിഷിയേറ്റ് ചെയ്യുക. അവരെ ഹൈഡ് ചെയ്തതിനല്ല അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നോവേഷൻസ് ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, ഐഡിയാസ് ഉണ്ടാവും. അതിലൂടെ നിങ്ങളെ കമ്പനി വളരുകയും ചെയ്യും. അവിടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് കറക്ഷൻസ് ആണ്, പെർഫെക്ഷൻസിനെ അല്ല. ഒരു മിസ്റ്റേക്ക് പറ്റി, ഓക്കെ, അത് കണ്ട് മനസ്സിലാക്കി തിരുത്തി അതിന് മുന്നോട്ട് വരുന്ന ഒരാളെയാണ് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കമ്പനീസ് ഒരിക്കലും വളരുന്നത് ഫെയിൽ ആകാത്തത് കൊണ്ടല്ല. ഇന്ന് നമ്മൾ കാണുന്ന വലിയ വലിയ കമ്പനീസ് ഒക്കെ നോക്കുമ്പോൾ അവരെന്നും ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അവരൊരിക്കലും ഫെയിലിയർ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടല്ല, അവർ പെട്ടെന്ന് ലേൺ ചെയ്യുന്നതുകൊണ്ടാണ്. ഏറ്റവും വേഗം ലേൺ ചെയ്ത്, ഏറ്റവും വേഗം പിവറ്റ് ചെയ്ത്, ഏറ്റവും വേഗം സെറ്റ് ബാക്കിൽ നിന്ന് കംബാക്കിലോട്ട് വരുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ബിഗ്ഗർ ബിസിനസ്സസ് അല്ലെങ്കിൽ ബിഗ്ഗർ കമ്പനീസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കമ്പനി ആയിരിക്കണം നിങ്ങളുടെ കമ്പനി. സോ ലേൺ ഫാസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഇതിൽ കാണേണ്ട ഒരു കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആരുടെയും നേരെ വിരൽ ചൂണ്ടുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്.
അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, അതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. പെട്ടെന്ന് ലേൺ ചെയ്താൽ പെട്ടെന്ന് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡറും ചെയ്യേണ്ടത്. സോ നിങ്ങളൊരു ബെസ്റ്റ് ടീം മെമ്പർ ആവാനും നിങ്ങളൊരു ബെസ്റ്റ് ലീഡർ ആവാനും ഈ കാര്യങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ എപ്പോഴും നിങ്ങൾ അവെയർഡ് ആയിരിക്കേണ്ട കാര്യങ്ങളാണ്.